കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർക്കായി സൗദി കാഴ്ചയുടെ വിസ്മയം തുറന്നു നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ പരവതാനി എന്ന റെക്കോർഡ് സ്വന്തമാക്കാറുള്ള യാംബു ഫ്ലവർ ഫെസ്റ്റിന് തുടക്കമായിരിക്കുകയാണ്. 14ാമത് യാംബു പുഷ്പോത്സവം 24 ദിവസമാണ് നീണ്ടു നിൽക്കാൻ പോകുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലവർ ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുന്നത്. ഈ വർഷത്തെ പുഷ്പമേളയെ വ്യത്യസ്തമാക്കുന്നത് 3 ഗ്ലോബൽ നേട്ടങ്ങളാണ്. 19,474 ചുവന്ന റോസാപ്പൂക്കൾ ഉപയോഗിച്ചെഴുതിയ സൽമാൻ എന്ന ഏറ്റവും വലിയ വാക്കാണ് അവയിലൊന്ന്. സൗദി ഭരണാധികാരിയുടെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൊട്ട എന്ന നേട്ടവും ഈ വർഷത്തെ പുഷ്പമേളയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് 2ാമത്തെ നേട്ടം. 3ാമത്തെ നേട്ടം റീസൈക്ലിംഗ് വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ സ്പേസ് റോക്കറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ കാർപ്പറ്റിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച യാംബു ഫ്ലവർ ആൻഡ് ഗാർഡൻസ് ഫെസ്റ്റിവലിന് സമ്പന്നമായ ചരിത്രമുണ്ട്. ഗാർഡനിങ്ങിനെ കുറിച്ച് സന്ദർശകരെ പഠിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളും ഈ പുഷ്പമേളയിൽ നടക്കാറുണ്ട്. ഇവിടെ ഡിസ്പ്ലേക്ക് എത്തുന്ന പൂക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ചുള്ള വിപുലമായ അറിവ് പങ്കിടാനും വിദഗ്ധരും ഇവിടെ ഉണ്ടാകും. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രവാസി മലയാളികളടക്കം 10,000ങ്ങളാണ് എല്ലാ വർഷവും പൂക്കളുടെ ഈ മനം കുളിർക്കുന്ന കാഴ്ച കാണാൻ എത്താറുള്ളത്. പ്രവാസി സംഘടനകൾ മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾക്കായി യാംബു ടൂർ സംഘടിപ്പിക്കാറുമുണ്ട്. ദിവസവും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 12:30 വരെയുമാണ് പ്രവേശനം. മാർച്ച് 9 വരെയാണ് പുഷ്പമേള നടത്തുന്നത്. യാംബു വ്യാവസായിക നഗരത്തിലെ ജിദ്ദ ഹൈവേയോട് ചേർന്നുള്ള അൽ മുനാസബാത്ത് ഇവന്റ്സ് പാർക്കിലാണ് സൗദി അറേബ്യയിലെ ഈ ഏറ്റവും വലിയ പുഷ്പമേള നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ആകർഷകമായ നിരവധി സാംസ്കാരിക വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളിലേതുപോലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ, പലതരം വിഭവങ്ങളുടെ ശേഖരങ്ങളുമായി ഫുഡ് കോർട്ടുകൾ എന്നിവ ഇത്തവണയുമുണ്ട്. കുട്ടികൾക്കുള്ള വിവിധ പഠന ശില്പശാലകളും ഉണ്ടായിരിക്കും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കരിമരുന്ന് പ്രകടനങ്ങളും മറ്റു വിനോദങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. പുഷ്പോത്സവ നഗരിയിൽ വർണ്ണ കാഴ്ചയൊരുക്കാൻ ഇത്തവണയും വൈദ്യുത ദീപാലങ്കാരങ്ങളുമുണ്ട്. വിശ്രമ കേന്ദ്രങ്ങൾ, നമസ്കാര സ്ഥലം, വിശാലമായ വാഹന പാർക്കിംഗ് എന്നിവയും പതിവ് പോലെ നഗരിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉദ്യാനം നടന്നു കാണാം. പുഷ്പോത്സവ നഗരിയിലും യാംബു ഫ്ലവർ ഫെസ്റ്റിവൽ.com എന്ന വെബ് ലിങ്കിലും പ്രവേശന ടിക്കറ്റുകൾ ലഭിക്കും. 11.5 റിയാലാണ് ടിക്കറ്റിന്റെ നിരക്ക്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഒരു തവണ എടുക്കുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് ഏത് ദിവസവും സന്ദർശനം നടത്താം. യാംബു റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള വിവിധ ടീമുകളാണ് പുഷ്പമേളയുടെ സംഘാടനം നിർവഹിക്കുന്നത്. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രവാസികളും വിവിധ കൂട്ടായ്മകളുടെയും പ്രവാസി സംഘടനകളുടെയും കീഴിൽ പ്രത്യേകം വാഹനങ്ങളിൽ മേള സന്ദർശിക്കാൻ എത്തിയിരുന്നു. മദീന ഗവർണറാണ് പുഷ്പമേള ഉദ്ഘാടനം ചെയ്തത്. ഇതിനകം തന്നെ ആയിരങ്ങളാണ് പൂക്കൾ കാണാനായി എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.